ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഒരുപാട് എപ്പിസോഡുകളൊക്കെ പിന്നിട്ട് പുതിയ വർഷത്തിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1-2 വർഷമായി അച്ഛനും ഞാനും കൂടി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, പ്രേക്ഷകരെ നമ്മളെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വർഷം കഴിയുമ്പോഴും ആനിവേഴ്സറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പഴയ ആ ദിവസത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട്. പള്ളിയിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുങ്ങിപ്പോയി നിന്ന് ആ ഒരു ഡേ ഒക്കെ ഒന്ന് തീർന്നു കിട്ടിയതിൻ്റെ സമാധാനം പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചയിൽ ഞാൻ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പള്ളിയിലൊക്കെ നടക്കുന്ന പല കർമ്മങ്ങളും അല്ലെങ്കിൽ വിവാഹമെന്ന കൂദാശയും അല്ലെങ്കിൽ ബൈബിളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബിബ്ലിക്കൽ അർത്ഥങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കൂദാശ എന്ന നിലയിലൊക്കെ പലതും എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ ഉള്ളത് ഒന്ന് കാര്യമായിട്ടൊന്ന് കേട്ടാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, മിശിഹായും സഭയും തമ്മിലുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഉടമ്പടിയാണ്. അതാണ് വിവാഹം എന്ന കൂദാശ തന്നെ. അപ്പോൾ നമുക്ക് അതിലങ്ങ് തുടങ്ങാം. വിവാഹം ഒരു പഴയ നിയമ പശ്ചാത്തലത്തിലാണ് വിവാഹത്തിൻ്റെ ക്രമീകരണം ആരംഭിക്കുക. ആദ്യ പുരുഷന് ആദ്യ സ്ത്രീയെ ദൈവം കൊടുത്തു. ആദത്തിന് ഹവ്വ, തുണയെന്നല്ല, മൂലാർത്ഥം സഹായി. അപ്പം ഭർത്താവിന് ചേർന്ന സഹായിയായിട്ട് ഒരു ഭാര്യയെ കൊടുത്തു. അവിടെ മുതൽ ലോകത്തിൽ വിവാഹത്തിൻ്റെ ക്രമം നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ വിവാഹം, ഇസ്ഹാക്കിൻ്റെ വിവാഹം, യാക്കോബിൻ്റെ വിവാഹം, അങ്ങനെ ഒരുപാട് വിവാഹ ഇടപെടലുകൾ, ബന്ധങ്ങൾ പഴയ നിയമത്തിൽ കാണും. പുതിയ നിയമത്തിൽ വരുമ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ടാണ് സഭയും ക്രിസ്തുവിനെ കാണിക്കുക. ശിരസായ മിശിഹ പോലെ ശിരസായ ഭർത്താവ്, ഉടലായ സഭ പോലെ ഉടലായ ഭാര്യ. ഇപ്പം ഒരു ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ അടയാളമാണ് കൂദാശയായിട്ടും നമ്മൾ വരിക. അപ്പം അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമുണ്ട്. അതിൻ്റെ ബേസ് നമ്മൾ വിവാഹത്തിൽ ആ ഒരു ബന്ധം നമ്മൾ കാണുന്നു, കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ തലങ്ങളിലൂടെയാണ് വിവാഹത്തെ സഭ അവതരിപ്പിക്കുക. ഞാനോർക്കാം, കൂദാശകൾ ഏറ്റവും അവസാനത്തെയായിട്ടാണ് നമ്മൾ ഈ വിവാഹം കാണുന്നതെങ്കിലും ബൈബിളിൽ തുടക്കം തൊട്ടേ കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂദാശ അല്ലെങ്കിൽ അത് വിവാഹം തന്നെയാണല്ലോ അല്ലേ. ആദ്യകാലം തൊട്ട് സ്ത്രീയും പുരുഷനുമായി തുടങ്ങി എന്നുള്ളത് മാമോദീസ അതൊക്കെ അവസാനമാണ് കാണുന്നതെങ്കിൽ ഇതാണ് ഏറ്റവും അധികം നമ്മൾ കാണാറുള്ളത്. കാരണം ഈ കുടുംബം ഇല്ലാതെ ഒരു മാർപ്പാപ്പയില്ല, കുടുംബമില്ലാതെ ഒരു മെത്രാനില്ല, കുടുംബമില്ലാതെ രാഷ്ട്രീയക്കാരില്ല. അടിസ്ഥാനം കുടുംബം, എല്ലാത്തിനും ഉറവിടം അവിടെയാണ്. അതുകൊണ്ടാണ് കുടുംബം നന്നായിട്ട് പോകുമ്പോഴല്ലേ ലോകവും നന്നാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടാണ് ആരംഭം, അവിടെ മുതലാണ്. അല്ല, വിവാഹത്തിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് ആരെയാണ് കാണാൻ പറ്റുക? വിവാഹത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? വിവാഹത്തിൻ്റെ ഉറവിടം നമുക്ക് ഏതും തോട്ടം മുതലേ കാണാം. ദൈവം ഏകാന്തത മാറ്റാൻ വേണ്ടി ഒരാളെ കൊടുത്തല്ലോ, ചേർന്നണയും തക്കതായ തുണയും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്. അപ്പം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പം അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം, അവിഭാജ്യമായ ഒരു ബന്ധമായിട്ട് വിവാഹത്തെ ദൈവം സ്ഥാപിച്ചു. ആ ബന്ധമാണ് വിവാഹത്തിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നതും ലോകാവസാനം വരെ തുടരുന്നതും ആ ഒരു ബന്ധമാണ്. എനിക്കൊന്ന് ഈശോ വന്നു കഴിഞ്ഞു. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലേ, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അപ്പം എനിക്കൊന്ന് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും വിശുദ്ധ കുർബാനയിൽ പറയുന്ന വചനങ്ങളും ഇതുമായിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നേ? അത് അന്ത്യത്താഴ വേളയിൽ ക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്ത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്നും പറഞ്ഞ് സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. ഇത് ഞാൻ, കുർബാനയുടെ അർത്ഥം ഇതാണ്. ഏതോ കുറച്ച് അപ്പമോ കുറച്ച് വീഞ്ഞോ എടുക്കുകയല്ല, ഇത് ഞാൻ തന്നെയാണ്. ഇത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാണ് ക്രിസ്തു കുർബാന സ്ഥാപിച്ചത്. ഇത് തന്നെയാണ് വിവാഹത്തിൽ ആ വാക്ക് ആവർത്തിക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞതുപോലെ പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും പറയുന്നു, നീ ഞാനാണ്, ഞാൻ നീയാണ്, നമ്മൾ ഒന്നാണ്. ഇതാണ് സ്ഥാപനവാക്യത്തിൻ്റെ അതേ അർത്ഥമാണ് വിവാഹത്തിൽ പറയുന്ന വാക്കും. ഞാൻ ആദ്യം കേൾക്കുക കേട്ടോ ഇങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ തന്നെ ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ കുർബാനയോടുകൂടിയാണല്ലോ നമ്മൾ വിവാഹം എന്ന കൂദാശ അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് പല പല കാര്യങ്ങളിലൂടെയാണ് ഈ വിവാഹം എന്ന കൂദാശ തുടക്കം തൊട്ടേ ഇങ്ങനെ വന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കൂദാശയായിട്ട് നമുക്ക് വിവാഹത്തെ പറയാനായിട്ട് പറ്റും. അത് നമ്മളിപ്പോൾ ഈ സ്നേഹത്തിന് പല ഗ്രേഡുകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനെയും സ്നേഹമെന്ന് പറഞ്ഞാലും വ്യത്യാസമാണ് സ്നേഹം.
അത് ഗ്രീക്ക് മൂലഭാഷയിൽ സ്നേഹത്തിന് 4 പദങ്ങളുണ്ട്. ഒന്ന് ഈറോസ്. ഈറോസ് എന്ന് പറഞ്ഞാൽ സെക്സിൻ്റെ താല്പര്യം, കാമുകന് കാമുകിയോട്, പുരുഷന് സ്ത്രീയോട്, സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന ഒരു സെക്ഷൽ അറ്റാച്ച്മെൻറ്റ്, അതാണ് ഈറോസ്. കോളേജ് പിള്ളേരുടെയൊക്കെ സ്നേഹം ഇറോട്ടിക് സ്നേഹം എന്ന് പറയും. അപ്പം അതിന് ആഴങ്ങളിലേക്ക് പോയാൽ തൊലിപ്പുറത്തുള്ള ഒരു സ്നേഹം, തുടക്കം എന്തെങ്കിലും ആരംഭം വേണമല്ലോ, അപ്പം അത് ഈറോസ്. അപ്പം അത് ഒരു സ്നേഹമാണ്. രണ്ടാമത്തെ ഒരു സ്നേഹമാണ് ഫീലിയ. ഫീലിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സ്നേഹമാണ്. ശിഷ്യന് അധ്യാപകനോട് തോന്നുന്ന സ്നേഹം ഫീലിയ. അത് ഭൗതിക തലത്തിലെ സ്നേഹമാണ്. അപ്പം കൊള്ളാം, ഗുരുവാണ്, മാസ്റ്ററാണ്, ടീച്ചർ നല്ല കുട്ടിയാണ്, അതാണ് ഫീലിയ. അത് ഭൗതിക തലത്തിലെ സ്നേഹം. ഒന്ന് സെക്സിൻ്റെ, 2 ഭൗതിക തലത്തിലെ. മൂന്നാമത്തെ നമ്മൾ പറയും സ്റ്റോർഗെ എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. സ്റ്റോർഗെ എന്ന് പറയുന്ന ആ സ്നേഹം അത് നമുക്ക് അപ്പന് മക്കളോട് തോന്നുന്നതാണ്, പിതാവിന് കുഞ്ഞുങ്ങളോട് തോന്നുന്ന സ്നേഹമാണ് സ്റ്റോർഗെ. അപ്പോൾ അതൊരു പ്രത്യേക സ്നേഹം. തിരിച്ച് പേരൻസിനോട് മക്കൾക്കും തോന്നും. നാലാമത് അഗാപ്പെ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ ഏറ്റവും കൂടിയത് ഇവിടെയാണ്. അപ്പോൾ അവിടെ ഒരു ലാഭം പ്രതീക്ഷയല്ല, അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. വിവാഹം അഗാപ്പയാണ്. തുടങ്ങിയപ്പം ഈറോസ് ആയിരിക്കും. ചിലപ്പം കുറച്ച് കഴിഞ്ഞപ്പം രണ്ടുപേരും പഠിത്തത്തിൽ നോക്കി ഫീലിയ ആയിരിക്കും, അല്ലെങ്കിൽ മക്കളോട് തോന്നുന്ന സ്റ്റോർഗയായിരിക്കും. പക്ഷേ ദമ്പതികൾ തമ്മിലുള്ളത് അഗാപ്പയാണ്. അത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. ഞാൻ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടും, ഞാൻ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കും, ഞാൻ നഷ്ടം സഹിച്ചാലും എൻ്റെ ജീവിത പങ്കാളിക്കൊരു കുറവും വരരുത്. ഇതാണ് അഗാപ്പെ. പക്ഷേ കല്യാണം കഴിഞ്ഞ് 50-ാം വർഷവും ഈ ഈറോസ് നോക്കിയിരുന്നാൽ, ഫീലിയ നോക്കിയിരുന്നാൽ ഡൈവോഴ്സിന് പോകും. അഗാപ്പെ വന്നു കഴിഞ്ഞാൽ കുഷ്ഠം വന്നാലും, വെള്ളപ്പാണ്ട് വന്നാലും, ദേഹം തളർന്നാലും, മദ്യത്തിന് അടിമയായാലും, ബുദ്ധിമാന്യം സംഭവിച്ചാലും സ്നേഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ശരിക്കും ഈ 4 സ്റ്റേജിൽ കൂടെ കടന്നു പോകുമല്ലോ വിവാഹ ജീവിതത്തിലും. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് ആവശ്യമാണല്ലോ. അതെ. പക്ഷെ നമ്മൾ ഈ അവസാന തലത്തിൽ എത്തിയില്ലെങ്കിൽ വരുന്ന അപകടമാണ്. നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡായി പോയാൽ, ബ്ലോക്കായോ, പിന്നെ അത് വിവാഹത്തിൻ്റെ പരാജയമായിട്ട് മാറും. ചിലരൊക്കെ ഇത് വളരെ നേരത്തെ തന്നെ എത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പ്രാർത്ഥനയും ഒരുക്കമൊക്കെ ആയിരിക്കും നേരത്തെ തന്നെ. ചിലർ കുറച്ച് കഴിഞ്ഞ് എത്തുന്നവരെ കണ്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ വാക്കാണല്ലോ ഈ പ്രായമായവരുടെ ഡിവോഴ്സിനൊരു വാക്ക് പറയുമല്ലോ. ഇപ്പം എന്താണ്, ഗ്രേ ഡിവോഴ്സ്, പുതിയ ചർച്ചകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ 50 കഴിഞ്ഞാൽ അഗാപ്പെ വരാത്തവരും 60 കഴിഞ്ഞിട്ട് വരാത്തവരും ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവരും ഇതുണ്ടല്ലോ. ഓരോ പ്രായത്തിലേ ഓരോ വാക്ക് വരും. നമ്മൾ പറയുകയല്ലേ തന്തവൈബ്, ഒരു പുതിയ വാക്കാണ്. അതേപോലെ ചുമ്മാ എന്തെങ്കിലും കാര്യം ഒരു കറക്ഷൻ ആര് കൊടുത്താലും അവന് തന്തവൈബ് പിടികൂടി. ഒരു അമ്മ തിരുത്തിയാൽ തള്ളവൈബ്, പിടി, ഈ ഒരു വാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് പറയുകയാണ്, അച്ഛനൊക്കെ 70s കിഡ്സ്, ഞങ്ങൾ 90 കിഡ്സ്, അല്ല 2000 കിഡ്സാണ്, മറ്റൊരു 90-80 കിഡ്സാണ്. അപ്പം തമ്മിൽ മനസ്സിലാക്കാൻ പറ്റിയല്ല രീതി. അപ്പോൾ അത് ഈ പിള്ളേർ പറയുമ്പോൾ ഓക്കെയാണ്, മുതിർന്നവർ ആ വാക്ക് പറയുമ്പോൾ അത് നിലവാരമില്ല. അതാണ് ഭയങ്കര തള്ളാണ് എന്ന് പറയാം. ഒരു 60 വയസ്സുള്ള അമ്മ 25 വയസ്സിനോട് നീ ഭയങ്കര തള്ളാണെന്ന് പറഞ്ഞാൽ അവർക്കെന്തോ കുഴപ്പമുണ്ട്. അവർ പറയേണ്ട വാക്കതല്ല, കുറച്ച് ഓവറാകട്ടും. തള്ളെന്ന് പറഞ്ഞൊരു പ്രായമുണ്ട്. ഓരോന്നും അങ്ങനെ ആ പ്രായത്തിന് ചില വാക്ക് പറഞ്ഞാൽ അത് ഡേർട്ടാണ്. ഈ അസാന്നിധ്യത്തിൽ ആയിരിക്കുന്നിടത്ത് ചില സാന്നിധ്യം കൊടുക്കുമ്പോൾ അത് ഡേർട്ടാവും. പല വാക്കും ഇങ്ങനെയുണ്ട്. ഇപ്പം തലമുറ മാറുമ്പോൾ ഇങ്ങനെ ഓരോ വാക്ക് എടുത്ത പോലും പുതിയൊരു വാക്കുണ്ടാവും. ഇങ്ങനെ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോൾ മനുഷ്യൻ പക്വത വന്നു കഴിയുമ്പം ആ വാക്കൊക്കെ ചുമ്മാ അങ്ങ് വിട്ടുവിട്ട് കളയും. അതൊന്നും പിന്നെ നിർണായകമായിട്ട് വരികയില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനത്തിൽ 70-ാം വയസ്സിൽ ഈറോസും കൊണ്ട് നടക്കരുത്. ആ സമയത്ത് മറ്റൊരു സ്നേഹമാണ് പ്രതീക്ഷിക്കുക നമ്മൾ. അല്ലെങ്കിൽ മറ്റൊരു 50കളിൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഒരു ഫീലിയ ആ രീതിയിൽ അല്ല. അവിടെയൊക്കെ നമ്മളൊരു അഗാപ്പയിലേക്ക് എത്തണം. പ്രായം മുന്നോട്ട് വരുമ്പോൾ അതിലേക്ക് എത്തണം. അകാലത്തിൽ എത്തിക്കഴിഞ്ഞ വെച്ച് ഈ 30-ാം വയസ്സിൽ തന്തവൈബും കൂടെ തന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ അടക്കമൊക്കെ കാണും. ഒരു ഏജിൻ്റെ അനുപാതികൾ നമ്മൾ പ്രതീക്ഷിക്കും. അതാണ് അഗാപ്പെ.
അത് നേരെ, തീർച്ചയായിട്ടും ഒരു പ്രായമൊക്കെ എത്തുമ്പോൾ വെറുതെ അല്ലേ ശരിക്കും പറയാറുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് സ്നേഹം കൂടുന്നത് കാണാറുണ്ട്. ഒത്തിരിയും അങ്ങനെ തന്നെയാണ് കാണുക, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലാത്ത കാര്യങ്ങളെ കാണാറുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് ഒരു അതുല്യമായ ഒരു സ്നേഹത്തിൻ്റെ കൂതാശയായിട്ടും വിവാഹത്തെ പറയാറുണ്ട്. നമ്മുടെ ബിബ്ലിക്കൽ കോട്സുകളിലൊക്കെ അത് വരാറുമുണ്ട്. വിവാഹ സമയത്ത് വായിക്കുന്ന സങ്കീർത്തനങ്ങളും ഒക്കെ ഓരോ പ്രത്യേകതകളാണ്. എനിക്ക് തോന്നുന്നു ആ ഭാഗമൊക്കെ നമുക്കൊന്ന് പറയാൻ തോന്നുന്നു. അത് സാധാരണ എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിലും വിഭാഗത്തിന് ഉരുവിടുന്ന ഒരു ഭാഗമാണ് രാജപുത്രി പിതൃഗൃഹത്തെയും പിതൃഭവനത്തെയും നീ മറക്കണം. കാരണം ഒരു മറവി ഉണ്ടെങ്കിലേ ഒരു പുതിയ തുടക്കത്തിന് പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ മറന്നിരുന്ന വരിയിൽ നമ്മൾ പുതിയ സ്ഥലത്തും പഴയതായിട്ട് തുടരും. കെട്ടിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അമ്മയുടെ മോളായിട്ട് തുടർന്നാൽ വിവാഹത്തിൽ പരാജയപ്പെടും. വിവാഹം കഴിഞ്ഞാൽ അമ്മയുടെ മോളേക്കാൾ ഉപരി പുരുഷൻ്റെ പങ്കാളിയായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ. അതുകൊണ്ടാണ് പിതൃഗൃഹത്തെ മറന്നു കളയുക. അതുപോലെ പെണ്ണ് കെട്ടുന്ന മോൻ കെട്ടിക്കഴിഞ്ഞും അവൻ ഉപേക്ഷയും മറവിയും നടന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞും അവൻ അമ്മയുടെ മോനാ, അവളുടെ കെട്ടിയവനല്ല. അവിടെ പരാജയങ്ങൾ വരുന്ന വഴിയാണ്. അപ്പം നമ്മൾ ആ അർത്ഥമുള്ള സങ്കീർത്തനമാണ് എന്ന് പറയുന്നത്. നമ്മൾ ഉപേക്ഷിക്കുക, മറക്കുക. നമ്മൾ ഇപ്പം ക്രിസ്മസിൻ്റെ നാളുകളിൽ പറയുന്നൊരു വാക്കുണ്ട്. ആട്ടിടന്മാർ പറഞ്ഞു പോകാം, ഇല്ലേ? പോകാം എന്നൊരു വാക്കുണ്ട്. പോകാമെന്ന വാക്ക് പറഞ്ഞാൽ ട്രാൻസെൻഡ് ചെയ്യണമെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പോകണം. അതാണ് കല്യാണം, ഒരു പോകണം. ഒരാൾ പറയാ, ഉറങ്ങേണ്ട സമയം, നമുക്ക് എന്നാലും പാതിരാ കുർബാനയ്ക്ക് പോകാം, ഞായറാഴ്ച ഒക്കെ അലച്ച് വിശ്രമിക്കാം, ഫോണൊക്കെ കിടന്ന് തണുപ്പത്ത് കിടക്കാം, വേണ്ട പൂജയ്ക്ക് പോകാം, കുർബാനയ്ക്ക് പോകാം. ഈ ഒരു പോകൽ വിവാഹത്തിലുണ്ട്, വിട്ടിട്ടൊരു പോകൽ. അപ്പം അങ്ങനെ പോകണം. അത് ഓർപ്പിക്കാനാണ് സങ്കീർത്തനം. നിൻ്റെ പിതൃഗൃഹത്തിൽ നിന്നും നീ പോകണം. പുരുഷൻ നീ മാതാപിതാക്കളെ വിട്ട് പോകണം. എന്നുവെച്ചാൽ വെറുക്കാൻ ഉപേക്ഷിക്കാനല്ല, ഒരു പ്രോസസ്സ് നമ്മൾ നടക്കണം. ഒരു പോകൽ പ്രോസസ്സ്, ഒരു പുറപ്പാട് പ്രോസസ്സ് നമ്മൾ നടക്കണം. ശരിക്കും വിവാഹം നടക്കുന്ന ആ ദിവസം ഇന്നത്തെ കാലത്ത് ഈ ആധ്യാത്മിക കാര്യങ്ങൾക്കോ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നൊന്നും അറിയത്തില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾക്കും പല ഈ കർമ്മങ്ങളും നടക്കുമ്പോൾ പോലും ഫോട്ടോഗ്രാഫേഴ്സ് എങ്ങനെ ഇത് നടത്തണം, പോസ്റ്റ് ചെയ്യണം, ഇതിലേക്കാണ് കൂടുതലും. ആൽബം വരുമ്പോൾ ഭംഗിയാവണം. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ ഈ പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളുടെ കർമ്മങ്ങളുടെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിവാഹത്തിലേക്ക് കടക്കാൻ. എന്തായാലും അന്നത്തെ വായനകളെക്കുറിച്ചുള്ള തുടക്കമാണ് അച്ഛൻ പറഞ്ഞത്, സങ്കീർത്തനമൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എനിക്കൊന്ന് ഓരോരോ കാര്യങ്ങളും ഒന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് എടുത്ത് നോക്കാൻ തോന്നുന്നു. നമ്മളത് പഠിക്കേണ്ടത് ആവശ്യം. കാരണം നമ്മൾ ഒരു ഒപ്പിടാൻ പറയുമ്പോൾ മുകളിൽ എന്താ എഴുതിയതെന്ന് വായിച്ചിട്ട് ഒപ്പിടാം. അപ്പം നമ്മൾ ഓരോന്നും ചെയ്യുമ്പം അതെന്താണെന്ന് അർത്ഥം മനസ്സിലാക്കിയിരുന്ന ഒപ്പാണ് ഈ ആക്ഷൻസ് നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഒപ്പിന് വലിയ വിലയുണ്ടല്ലോ. അതുകൊണ്ട് എന്തെല്ലാം വിവാഹത്തിൽ നടക്കുന്നോ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഓരോ റീതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷേ ഈ പല ക്രമങ്ങളും എല്ലായിടത്തും കോമൺ ആയിട്ട് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു തിരികെത്തിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് എന്തായാലും വൈദികനും വിവാഹിതരാകാൻ പോകുന്നവരും തമ്മിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഈ എല്ലാ ക്രമങ്ങളിലും ഉണ്ട് തിരികെത്തിയത്. അത് ലത്തീൻ ക്രമത്തിലും സിറോമലബാറിലും അതിലൊക്കെ ഉണ്ട്. അപ്പോൾ തിരികെത്തിച്ചാണ് കർമ്മം നടക്കുക. ചിലയിടത്ത് ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു, നല്ല ചെയ്ത കർത്താവ് നിങ്ങൾക്ക് മാർഗദീപമായിരിക്കട്ടെ എന്നും പറഞ്ഞ് തിരികെത്തിക്കും വൈദികൻ. അപ്പം അതേ സമയത്ത് തന്നെ നവവരനെയും നവവധുവിനെയും കൂടി വിളിക്കും, നിങ്ങളും വാ തിരികെത്തിക്കുക. ചില വേളകളിൽ അച്ഛന്മാർ അവർ തന്നെ കത്തിക്കും. ചിലർക്ക് ഈ നവവരനെയും നവവധുവിനെയും കൂടി വിളിച്ച് ഒരുമിച്ച് കത്തിക്കും. അപ്പം തിരി എന്നൊരു പ്രകാശമാണ്. കാരണം ദൈവം ചരിത്രത്തിൽ പ്രകാശമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ദൈവം ആദ്യം പറഞ്ഞ വാക്കും അത് തന്നെയാണ്, പ്രകാശം ഉണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി നടന്നു. ഇരുട്ട് വന്നപ്പം ദീപസ്തംഭം പ്രകാശമാണ്. ഇപ്പം 7 തിരിയുള്ള വിളക്കിടുന്ന യഹൂദ പാരമ്പര്യമുണ്ട്, ദൈവത്തിൻ്റെ പ്രകാശത്തെ ഓർക്കാൻ വേണ്ടി. ഇപ്പം പഴയ നിയമത്തിലെ പ്രകാശം പുതിയ നിയമത്തിൽ വന്നു. അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ പിറന്നപ്പോൾ കൂടെ പിറന്നത് പ്രകാശമാണ്, നക്ഷത്രം. ദൈവം കുരിശിൽ മരിച്ചപ്പോൾ കൂടെ മരിച്ചത് പ്രകാശമാണ്, സൂര്യൻ അസ്തമിച്ചു, ഇരുണ്ടു. അപ്പോൾ ഒത്തിരി ബിബ്ലിക്കൽ സെൻസുള്ളതാണ് ഈ പ്രകാശം എന്ന് പറയുക. അതുകൊണ്ടാണ് ചില സഭകളിൽ
ഉണ്ണിയേശുവിൻ്റെ രൂപം കൊണ്ട് പ്രദക്ഷിണം പോകും. പ്രദക്ഷിണം പോകുമ്പം തീ ഒഴിയുക എന്ന് പറയുന്നത് തീ. അപ്പം തീ കൂട്ടിട്ട് അവിടെ കൊണ്ട് ഉണ്ണിയേശുവിനെ ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കൊണ്ടുവരും. അത് തണുപ്പ് പറയാൻ വേണ്ടിയല്ല. പണ്ട് ദൈവം ആദ്യം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് തീജ്വാലയായിട്ടാണ്. അപ്പം ദൈവം തീജ്വാലയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ദൈവം മനുഷ്യനായി അവതരിപ്പിച്ചപ്പോൾ ഓർമ്മ പുതുക്കുന്ന തീ ഒഴിച്ച് നടക്കും. വീണ്ടും ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതുകൊണ്ട് പ്രകാശമായ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പഴയ നിയമത്തിൽ ഒരു പവർ കട്ടുണ്ടായി. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ പവർ കട്ട്, പ്രകാശമുള്ള ബന്ധം മുറിഞ്ഞു പോയി. ആ പവർ കട്ട് പിന്നീട് ചെറിയ പെട്രോമാശും റാന്തിലും തിരിയായിട്ട് പല്ലും കത്തിച്ചു പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുരോഹിതർ, പൂർവ്വപിതാക്കന്മാർ. ചെന്നിട്ടും പൂർണ്ണമായില്ല. അതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ പൂർണ്ണത തരാൻ വേണ്ടി ദൈവം പ്രകാശമായി അവതരിച്ചു. അതാണ് ക്രിസ്മസ്. അതാണ് വെളിച്ചം ലോകത്തിലേക്ക് വന്നു, പക്ഷേ ലോകം വെളിച്ചത്തെ തിരിച്ചറിഞ്ഞില്ല എന്ന വാക്കതാണ്. അപ്പോൾ പൂർണ്ണമായൊരു പ്രകാശം. അപ്പം അതിൻ്റെ പ്രതീകമാണ് വിവാഹത്തിന് തിരി കത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകാശമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ പ്രകാശിക്കണം. ഒരുപക്ഷെ ഒരു പവർ കട്ടിലായിരിക്കാം, പോരാ, അല്പം കൂടി പ്രകാശിക്കണം. ആ പ്രകാശം കാണിക്കാൻ വേണ്ടിയാണ് അവിടെ തിരി കത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ എക്സ്പ്ലനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു പ്രകാശം വേണമല്ലോ എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് തെളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. നമുക്കറിയാം വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കാണ്. അല്ലെ, നമ്മളോട് ചോദിക്കുമല്ലോ, നിനക്ക് ഇന്നയാളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ആ പരസ്പരം അങ്ങനെ സ്വീകരിക്കാൻ കാണിക്കുന്ന ആ മനസ്സ്, അല്ലെ ആ സ്വീകരണമാണല്ലോ ശരിക്കും വിവാഹം എന്ന കൂദാശയെ സാധുവാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അച്ഛൻ അവസാന നിമിഷവും അത് ചോദിക്കുന്നത്. അന്നേരം വരെയും നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അന്നേരം ഒത്തിരി പല പല കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഇന്ന തിരുസഭയുടെ നടപടിയും അല്ല ഇന്ന കാര്യങ്ങൾ അനുസരിച്ച് നീ ഇവളെ ഭാര്യയെ സ്വീകരിക്കുന്നോ ഭർത്താവായി സ്വീകരിക്കുന്നോ എന്ന്. അതെന്തിനാ അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നേ? അത് ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. പ്രധാന സമയങ്ങളിൽ നമ്മളെ കൂടുതൽ ഓർമ്മിപ്പിക്കണം. ഇന്ന് മനുഷ്യന് അൾഷിമേഴ്സ് ബാധിച്ച ലോകമാണ്. എല്ലാം മറക്കും. അപ്പം മറക്കുമ്പോൾ ഇത് പിള്ളകളി എന്ന് രണ്ടുപേരും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ വരെ പ്രേമിച്ച് നടന്നാണെങ്കിലും ആ പ്രേമത്തിന് തുടർച്ചയല്ല. ദേവാലയത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ടാണ്. കാരണം വാക്കിന് എപ്പോഴും വലിയ വിലയുണ്ടല്ലോ. നമ്മൾ ആരെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്? വാക്ക് പാലിക്കുന്നവർ. ഒരച്ഛൻ രാവിലത്തെ കുർബാന 7:30 പറഞ്ഞേ 7:45 കുംസാരം കൂടി ഇരുന്നാൽ ആൾക്കാർക്ക് അച്ഛനോട് വില തോന്നിയല്ല. 7:30 തന്നെ കുർബാന തുടങ്ങണം. 3/4 മണിക്കൂർ തീരുന്ന കുർബാന 1.25 മണിക്കൂർ വലിച്ചു നീട്ടിയാലും ആൾക്കാർക്ക് വെറുപ്പാണ്. കാരണം നമ്മൾ വാക്ക് പാലിക്കുന്നില്ല. അല്ലേ പറയണം അടുത്ത ആഴ്ച 1.25 മണിക്കൂറാണ് കുർബാന, അല്ലെ കളിപ്പീരാണ്. അത് വൈദികം ചെയ്താലും ആര് ചെയ്താലും നമ്മൾ വാക്ക് നിശ്ചയമായിട്ട് പാലിക്കണം. ഈ ലോകം ഉണ്ടായത് വാക്കാലാണ്, ഒരു വാക്കില്ല. ഉണ്ടാകട്ടെ എന്ന ഒരു വാക്ക്, ആ വാക്കാലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. കുടുംബം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വാക്കാല. ഇവളെ സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ് ഒരു വാക്ക്. നീ സ്വീകരിക്കാൻ സമ്മതമാണ്, ഇവനെ നീ സ്വീകരിക്കാൻ സമ്മതമാണ്. അപ്പോൾ ആ വാക്ക് വിവാഹം ഉറപ്പിക്കുന്നൊന്ന് കൊടുക്കും. നിശ്ചിത ദിവസം സ്വീകരിച്ചോളാം, ആ വാക്ക് പാലിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വാക്കിൻ്റെ തുടർച്ചയാണ്. അത് സഭയിൽ ഓർമ്മിപ്പിക്കുകയാണ് ചില വാക്കുകൾ. ഇത് കെട്ടിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രകാരം ഇവിടെ കെട്ടുന്നു എന്നല്ല, അതുണ്ട്, അത് സെൻട്രൽ എല്ലാവർക്കും വരുന്നത് അങ്ങനെയാണ്. പക്ഷെ പള്ളി കെട്ടുമ്പം കോൺസ്റ്റിറ്റ്യൂഷനല്ല, മിശിഹായുടെ നിയമം. മിശിഹായുടെ നിയമം എന്താണ്? ഞാൻ ശിരസ്, നീ ഉടൽ. എഫെസൂസ് ലേഖനം 6-ാം അധ്യായം. പൗലോസ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ശിരസായ മിശിഹായും ഉടലായ സഭയും പോലെ ഈ നിമിഷം മുതൽ കൂട്ടുകാരും പിള്ളകളെയും ഈറോസും ഫിലിയായും ഒന്നും അല്ല, ഇന്ന് ഗൗരവം ആരംഭിച്ചു. ക്രിസ്തുവും സഭയുമാണ്. അപ്പം ആ രീതിയിൽ മിശിഹായുടെ നിയമം, തിരുസഭയുടെ കൽപ്പന. സഭ പറയുന്നു അങ്ങനെ വേണം കല്യാണം കഴിക്കാൻ. നിയമമുണ്ട്, ആ നിയമം പാലിക്കാനായിട്ട് ഒരു കൽപ്പനയുണ്ട്. അത് സഭയുടെ കൽപ്പനയാണ്. വിവാഹം കഴിക്കുന്നവർ ഈ നിയമം പാലിച്ചുകൊണ്ട് കെട്ടിക്കണം. അതാണ് തിരുസഭയുടെ കൽപ്പന അനുസരിച്ച്. പിന്നെ പറയും സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമ്മതം. അതായത് ആരും നിർബന്ധിച്ചിട്ടല്ല. നിർബന്ധിച്ചാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും അതിനകത്തല്ലേ കല്യാണം അസാധുവാകും. ഇപ്പം കോടതി തെളിയിക്കുകയാണ്, അമ്മ നിർബന്ധിച്ച് അപ്പം നിർബന്ധിച്ചു, ഞാൻ അതിന് പേടിച്ച് വഴങ്ങി ചെയ്തു. സാധുവല്ല വിവാഹം, സ്വതന്ത്രമായ മനസ്സ്. അതുകൊണ്ടാണ് അവസാനം ചോദിക്കുന്നു, സമ്മതമാണോ? സ്വതന്ത്രമായിട്ട് പറഞ്ഞോണം, ആരെയും ഭയപ്പെട്ടിട്ടില്ല,
ചില ആ സമയത്ത് പറയും അല്ല എന്ന് പറഞ്ഞ് പോയവരുണ്ട്. വേറൊരുത്തനെ പ്രേമമായിരുന്നു, നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണ്, ഈ സമ്മതമല്ല. അപ്പോൾ പൂർണ്ണമായ മനസ്സോടും സ്വതന്ത്ര മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു പ്രതിജ്ഞയാണ്. എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഞാനിവനെ സ്വീകരിക്കുന്നു. ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ സ്വന്തം ഹിതത്താൽ ഞാൻ സ്വീകരിക്കുന്നു. അതാണ് വിവാഹത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, എപ്പിസോഡ് വളരെ നീണ്ടു പോകാൻ വഴിയുണ്ട്. കുർബാന, കല്യാണം കൈ കൊടുത്തിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ, അല്ലേ? സമ്മതം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി താലി കെട്ടണം, മന്ത്രകോടി ധരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഇത് അവസാനിക്കുമെന്ന്. ബാക്കി നമുക്ക് തുടരാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രധാന ഫീലിംഗ് ഇതാണ്. പലർക്കും ഈ ഇഷ്ടമില്ലാത്ത കല്യാണങ്ങളും ഒക്കെ വരാറുണ്ട്. ചിലർ നിർബന്ധിച്ച് കല്യാണം കഴിക്കാറുണ്ട്. കൊടുത്ത വാക്കല്ലേ, പണ്ട് അപ്പം കൊടുത്ത വാക്കല്ലേ, അല്ലെങ്കിൽ അമ്മ കൊടുത്ത വാക്കല്ലേ നമ്മൾ കല്യാണം കഴിക്കണമല്ലോ. പക്ഷേ സത്യത്തിൽ ഈശോയുടെ മുമ്പിൽ കൊടുക്കുന്ന വാക്കാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുവരെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് എല്ലാ സ്ത്രീക്കും പുരുഷനും ഉണ്ട് എന്നത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ചിലപ്പോൾ സ്ട്രഗിൾസൊക്കെ വന്നെന്ന് വരാം. പക്ഷേ എന്ന് പറഞ്ഞല്ലോ, വീട്ടുകാരെ മുഴുവൻ കാശ് മുടക്കി എല്ലാം അറേഞ്ച് ചെയ്ത് പബ്ലിക്കായിട്ട് അപമാനിക്കുന്ന രീതിയിലേക്ക് പോകരുതെന്നാണ് നമ്മൾ പറയുക. പക്ഷേ എങ്കിലും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് റൈറ്റ് ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. ഇത് താങ്ക് യു അച്ഛാ. താങ്ക് യു.